ഹലോ വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. മക്കളെ എല്ലാവരും സെറ്റ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കറക്റ്റായിട്ട് ഒരു 30 മിനിറ്റ്സിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ഇതാ സെക്കൻഡ് ചാപ്റ്ററാണ് വരാനുള്ളത്. എനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 4 ചാപ്റ്റർ, 4 5 ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ എന്താ പറഞ്ഞത് അത് അനുസരിച്ച് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ 5ാം ചാപ്റ്റർ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, അതില്ല എന്ന് പറഞ്ഞാണെങ്കിൽ പഠിക്കേണ്ട, 4 ചാപ്റ്റർ പഠിച്ചാൽ മതി. അതെങ്ങാനും ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ അത് ഒഴിവാക്കും. ഓക്കെ, ഉറപ്പായിട്ട് വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സ് തരും. അടി അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററാണ് വേണ്ടത്. ഈ 4 അല്ലെങ്കിൽ 5 ചാപ്റ്ററിൽ കുറച്ചധികം പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഇത് സെക്കൻഡ് ചാപ്റ്റർ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ആയിട്ടാണല്ലോ, ഷോർട്ട് വീഡിയോസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒരു വലിയൊരു സമയത്തെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. കേട്ടില്ലേ? നമുക്ക് ഓരോന്ന് പെട്ടെന്ന് പോവാം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഇതേപോലത്തെ എല്ലാ ചാപ്റ്റേഴ്സും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ സബ്ജക്ട്, മാത്സ് മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലെത്തും. ഓക്കെ അല്ലേ? താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് കയറിയിട്ട് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്, എല്ലാ അപ്ഡേറ്റ്സും അതിൽ നിങ്ങൾക്ക് കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ ഇൻ ദ ഫിഗർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ABCD. ഇതാ ABCD are the points on the circle with center O. Center O ആണ്. ready? Find the measure of angle ACB. ഇതാ angle ACB. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇതാ ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഇവിടെ. ഓക്കെ, അതേപോലെ തന്നെ ആൻഡ് ആംഗിൾ ADB കണ്ടുപിടിക്കണം അല്ലേ മക്കളെ? ADB ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യുക? എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നമുക്കല്ല ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത് അല്ലേ? ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത് 140 എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണിത് ഈ ആർക്ക് അല്ലേ? ഈ ആർക്കിൻ്റെ ബാക്കിയുള്ള ആർക്കാണെന്ന് പറഞ്ഞാൽ ഈ ആർക്ക് അല്ല. ആ ആർക്കിലേക്ക് ഈ 2 പോയിന്റ്സ് ഒന്നും ഒരു പോയിന്റ് പോകുന്നുണ്ടോ അല്ലേ? ഒരു ലൈന് പോകുന്നുണ്ടോ? ഉണ്ടല്ലേ? അവിടെ കൂട്ടി പൊടുന്നുണ്ടോ? ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. നമുക്ക് അറിയുന്ന കാര്യമാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നോക്കല്ലേ. അപ്പോൾ നോക്കി, അപ്പോൾ ആംഗിൾ നിങ്ങൾ കണ്ടുപിടിച്ച ആംഗിൾ ACB എന്ന് പറഞ്ഞത് എന്തായിരിക്കും മക്കളെ? 140 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അത് 70 ഡിഗ്രി ആയിരിക്കും. സെറ്റല്ലേ? റെഡി? ഓക്കെ, ഇനി അടുത്ത് ഡ്രോ എ ട്രയാങ്കിൾ. അല്ല ഒന്നുകൂടെ ആംഗിൾ ADB വേണ്ടേ? ഇതാ ഈ ആംഗിൾ വേണം മക്കളെ, ഈ ആംഗിൾ വേണം. ഇനി ശ്രദ്ധിക്കുക, ഇതൊരു കോർഡിലേറ്ററിലാണ്. എന്ത് കോർഡിലേറ്റർ മക്കളെ? സൈക്ലിക് കോർഡിലേറ്ററിലാണ്. എന്താ കാരണം? നോക്കി, എല്ലാ പോയിന്റ്സും സർക്കിളിലാണ് അല്ലേ? അപ്പോൾ എല്ലാ പോയിന്റ് സർക്കിളാണെങ്കിൽ അത് സൈക്ലിക് കോർഡിലേറ്റർ ആയിരിക്കും. അങ്ങനെ സൈക്ലിക് കോർഡിലേറ്ററിലാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് മക്കളെ ഇത് രണ്ടിന് സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. കൺസിഡർ സൈക്ലിക് കോർഡിലേറ്റർ. സാർ ഇങ്ങനെ വെച്ചാൽ കോർഡിലേറ്റർ എന്താണ്? ADBC നമുക്കറിയാം. ആംഗിൾ ADBയും കൂടിയും പ്ലസ് ആംഗിൾ ACBയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടണം 180 ഡിഗ്രി കിട്ടണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ACB എത്ര 170 ഡിഗ്രി നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ആംഗിൾ ADB എന്ന് പറഞ്ഞെങ്കിൽ ആ 70 ഡിഗ്രി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ? 180 മൈനസ് 70 ആയിട്ട് മാറും. നമുക്ക് കിട്ടും 110 ഡിഗ്രി. ഇതായിരിക്കും മക്കളെ 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഇതെന്തായിരിക്കണം? 110 ആയിരിക്കും. അപ്പം ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ ആൻഡ് 2 ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ എക്സാമിൽ വരും 100%. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വാ, ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും ഈ സാർ വന്നുകളോ. നോക്കി മക്കളെ, ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും, നിങ്ങൾക്ക് ആംഗിൾസ് മാത്രമേ തരുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? ആദ്യം സെൻട്രൽ ആംഗിൾ കാണാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ കാണാൻ ഒരു കുഴപ്പമില്ല. സെൻട്രൽ ആംഗിൾസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. എന്തൊക്കെയാണ് മക്കളെ? 50ഉം 70 അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 100ഉം ആൻഡ് 140. 2 മതി നമുക്ക് തൽക്കാലം, അവിടെ മതി. 3 വേണ്ട, 2 മതി. സെൻട്രൽ ആംഗിൾസിൻ്റെ ഇരട്ടി എടുക്കുക, ഡബിൾ ആക്കി എടുക്കുക. ഇനി മക്കൾ നോക്കിയേ, സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് 3.5 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 3.5 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അല്ലേ? 3.5 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, സാറ് സർക്കിൾ വയ്ക്കണ്ടേ? ഓക്കെ, സർക്കിൾ വെച്ചു. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞെങ്കിൽ 3.5 ആണ്. ഓക്കെ, അത് പോട്ടെ. റെഡി? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
ഈ 100 ഡിഗ്രി നിങ്ങൾ എന്തെടുക്കാം മക്കളെ, പ്രൊട്രാക്ടറിൽ എടുക്കാം. 100 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കുക. 100 ഡിഗ്രി പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഇതല്ലേ പ്രൊട്രാക്ടർ പൊട്ടൻഷ്യൽ വെച്ചിട്ട് 100 ഡിഗ്രി എടുക്കുക. ഓക്കെ സാർ ഇത് ഇങ്ങനെ പറ്റാത്തതുകൊണ്ട് കേട്ടോ, അത് അല്ലെങ്കിൽ ഞാൻ പ്രൊട്രാക്ടർ എടുത്ത് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ പ്രൊട്രാക്ടർ എടുത്ത് ചെയ്യണം. നമുക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, ഒരാളില്ല, നമുക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഓക്കെ ഞാൻ 100 ഡിഗ്രി വരച്ചു, ഇങ്ങോട്ട് 100 ഡിഗ്രി വെച്ചു, ഇത് 100 ഡിഗ്രി. ഇനി ഇതാ പ്രൊട്രാക്ടർ ഇതാ ഇവിടെ വെക്കുന്നു, ഇതാ പ്രൊട്രാക്ടർ ഇതാ ഇവിടെ വെക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് 140 ഡിഗ്രി വരയ്ക്കാം. ഇവിടെ ഞാൻ അങ്ങോട്ട് 140 ഡിഗ്രി വരച്ചു. ഇതെന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ മതി മതി, സെറ്റ് ആയി കിടക്കട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 പോയിന്റ്സ് കൊണ്ടുവന്നിടാ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. എന്താ ആ 3 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്ത് നോക്കി. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. മതി, ട്രയാങ്കിൾ ആയിടാ മക്കളെ. ഡ്രോ ദി ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആയല്ലോ, ട്രയാങ്കിൾ ആയി. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ട്രയാങ്കിൾ സെറ്റല്ലേ. ഇനി മറക്കരുത്, എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുക. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, ഇതേ സെയിം ക്വസ്റ്റൻ മക്കളെ. ഡ്രോ ദി സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ സർക്കിൾ വരയ്ക്കുന്നു. Draw the triangle of angles 50 degrees, 60 degrees, 70 degree and the vertices on this circle. മക്കൾ നോക്കി ശ്രദ്ധിക്കുക, 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി നമുക്ക് 2 മതി. 3 ആയാലും കുഴപ്പമൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ, നമുക്ക് 2 ആവശ്യം മതി. അപ്പോൾ സെൻട്രൽ ആംഗിൾസ് ഇതൊക്കെ ആയിരിക്കട്ടെ. സെൻട്രൽ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി, 120 ഡിഗ്രി, 73 മക്കളെ 140 ഡിഗ്രി. ഓക്കെ സിമ്പിൾ അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, സർക്കിൾ വരയ്ക്കാം മക്കളെ. ആദ്യം 3 സെന്റിമീറ്റർ സർക്കിൾ വരയ്ക്കാം. സാറിന് നിങ്ങൾ വരയ്ക്കണ്ടേ. ഓക്കെ ഇത് 3 സെന്റിമീറ്റർ ആവട്ടെ. റെഡി, 3 സെന്റിമീറ്റർ കേട്ടോ. ഓക്കെ ഇനി ഇതാ 100 ഡിഗ്രി വരയ്ക്കുക. ആദ്യം 100 ഡിഗ്രി വരയ്ക്കുന്നു. നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് വരയ്ക്കണം കേട്ടോ. 100 ഡിഗ്രി വരയ്ക്കുന്നു. ഇനി 120 ഡിഗ്രി വരയ്ക്കുന്നു. 120 ഡിഗ്രി വരയ്ക്കുന്നു. ഇതെന്തായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഇത് ഒബ്വിയസ്ലി എന്തായിരിക്കും മക്കളെ, 140 ഡിഗ്രി ആയിരിക്കും, ഉറപ്പായിട്ടായിരിക്കും. മൊത്തമായിട്ട് കൂട്ടുമ്പോൾ അത്ര 360 ആണ് നമുക്കറിയാം. ഓക്കെ 140 ആയിരിക്കും. അത് അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല ആക്ച്വലി, പക്ഷെ അവിടെ കിടക്കട്ടെ. ഇനി എന്ത് ചെയ്യണം, ഇത് ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് കൂട്ടി കുറിച്ച് 1, 2 and 3. ഓക്കെ നമുക്ക് സാർ ട്രയാങ്കിൾ കിട്ടി. ഇതാ ട്രയാങ്കിൾ, ഇതാ ഹായ് എന്ത് രസം, സൂപ്പർ അടിപൊളി. ഇനി മറക്കരുത്, ആംഗിൾസ് തന്നെ സെൻട്രൽ ആംഗിൾ കാണുക, എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും സാർ, വെറുതെ പറയില്ല, ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി ക്വസ്റ്റ്യൻ വരും. സെറ്റ് അല്ലേ. ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പോകണം മക്കളെ. ഓക്കെ ഇത് കോർഡിലേറ്ററൽ ABCD. ഇതാ ഒരു ABCD എന്ന് പറഞ്ഞൊരു കോർഡിലേറ്ററൽ ഉണ്ട്. ആംഗിൾ A എന്ന് പറഞ്ഞാൽ 95 ഡിഗ്രി, ആംഗിൾ B എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി, ആംഗിൾ C എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. 90 ഡിഗ്രി പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഓക്കെ ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ C. നമുക്ക് ആംഗിൾ C കാണാം. ഇതാ ഈ ആംഗിൾ കാണാം. സിമ്പിളാണ്. ടോട്ടൽ ഒരു കോർഡിലേറ്ററിലെ ടോട്ടൽ സം എന്ന് പറഞ്ഞെങ്കിൽ 360 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലേ. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ കോർഡിലേറ്റർ എന്ന് പറഞ്ഞെങ്കിൽ മക്കളെ നമുക്കറിയാം 360 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ ഓരോരോ ആംഗിൾസ് നമ്മൾ കൂട്ടാൻ പോണേ. അപ്പോൾ ആംഗിൾ A പ്ലസ് അതായത് 95 ഡിഗ്രി പ്ലസ് വേണ്ട നമുക്ക് സിമ്പിളായിട്ട് കണ്ടുകൂടെ. ആംഗിൾ D എന്ന് പറഞ്ഞാൽ മക്കളെ ഓക്കെ ടോട്ടലായിട്ട് 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയിൽ നിന്ന് ഇതിന് അങ്ങോട്ട് പ്ലസ് ഇതിനെല്ലാത്തിനും സം കണ്ടാൽ പോരെ അല്ലേ. അതിനെല്ലാത്തിനും സം കണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ 360 ആണ്. ഓക്കെ 360 ഡിഗ്രി മൈനസ് ബാക്കി എല്ലാത്തിനും സം കണ്ട മക്കളെ എന്താ 95 പ്ലസ് 100 പ്ലസ് 90 റെഡി. അപ്പോൾ ആംഗിൾ D എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി മൈനസ് 100ഉം 95 90 എത്ര 185 പ്ലസ് 100 വരുമ്പോൾ 285 ഡിഗ്രി വരും. അതായത് ആംഗിൾ D എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ D മക്കളെ 15ഉം 60 75 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ D = 75 ഡിഗ്രി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി. ഇത് 75 ഡിഗ്രി. ഓക്കെ ഇനി ശ്രദ്ധിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ റയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്, പൊട്ടൻഷ്യൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് BD ആസ് ഡയമീറ്റർ. BD ഡയമീറ്റർ ആക്കിയിട്ട് ഞാൻ BD വരയ്ക്കണ്ടേ. നല്ല BD ആയിപ്പോലെ. ഓക്കെ BD ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഡ്രോ എ സർക്കിൾ വിത്ത് BD ആസ് ഡയമീറ്റർ. ദെൻ ചെക്ക് വെദർ ദി വെർട്ടിസസ് A ആൻഡ് C, ഈ എയും സിയും ആർ ഔട്ട്സൈഡ് ഓൺ ഓർ ഇൻസൈഡ് ദി സർക്കിൾ. ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ അല്ലെങ്കിൽ ഓൺ ദി സർക്കിൾ ആണോ നമ്മൾ ചോദിച്ചത്. നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കി ആദ്യം ശ്രദ്ധിക്കുക. അതാ ഇങ്ങനൊരു BD ഡയമീറ്റർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പോകണം. BD ഇങ്ങനെ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, BD ഡയമീറ്റർ വരയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും Bയിലും Dയിലും കൂടെ പോലെ. BD ആണ് ഡയമീറ്റർ എങ്കിൽ Bയിലൂടെ Dയിലൂടെ ഉറപ്പായിട്ടും പോകും. ഇനി ശ്രദ്ധിക്കുക വളരെ സിമ്പിളായിട്ട് മക്കളെ, ഇത് ഡയമീറ്റർ ആണ് അല്ലേ, ഇത് ഡയമീറ്റർ ആണ്, ഇത് 90 ഡിഗ്രിയുമാണ്. അപ്പോൾ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും സെമി സർക്കിൾ ആയിരിക്കും. ആണോ, ഒരു സെമി സർക്കിളിൻ്റെ
സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് എവിടേക്ക് നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലും അത് 90 ഡിഗ്രി ആയിരിക്കും, ഉറപ്പായിട്ട് 90 ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുക ഉറപ്പായിട്ടും സെമി സർക്കിൾ ആയിരിക്കും. അപ്പോൾ സി എന്തായിരിക്കും? ഓൺ ദി സർക്കിൾ ആയിരിക്കും അല്ലേ. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സി ഈസ് ഓൺ ദി സർക്കിൾ. റീസൺ എന്താ നിങ്ങളെ 90 ഡിഗ്രി ആണ്, അത് സെമി സർക്കിൾ ആയിരിക്കും. സെമി സർക്കിൾ ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി. അപ്പോൾ സിയിലൂടെ എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ എയിലൂടെയും ഡിയിലൂടെയും ബിയിലൂടെയും ഉറപ്പായിട്ട് പോകും, സിയിലൂടെയും ഉറപ്പായിട്ട് പോകും. ഇനി എയിലൂടെ പോകും നമുക്ക് നോക്കണം. എങ്ങനെ നോക്കാം? അതായത് മക്കളെ ഇത് 90 ആണ്, ഇത് 95 ആണ്. അപ്പോൾ രണ്ടിനും സം നോക്കാം നമുക്ക്. ഓക്കെ, ആംഗിൾ സി പ്ലസ് ആംഗിൾ എ അല്ലേ, നമ്മുടെ ആംഗിൾ സിയും ആംഗിൾ എ എന്ന് പറഞ്ഞെങ്കിൽ എത്ര? 90 + 95 ഈക്വൽ ടു 185. ശ്രദ്ധിക്കുക, 180 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ആംഗിളിൻ്റെ സമ്മ് 180 ആണെങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ് അല്ലേ മക്കളെ. ഇതാ 180 ആണെങ്കിൽ ഉറപ്പായിട്ടും, ഇത് രണ്ടും കൂടി കൂടുമ്പോൾ 180 ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരുമിച്ച് പോകും, ഉറപ്പായിട്ടും പോകും അല്ലേ. ഓക്കെ, അപ്പോൾ 180 ആകുമ്പോൾ ഉറപ്പായിട്ടും പോകും. പക്ഷേ ഇവിടെ 180 അല്ല, ഗ്രേറ്റർ ദാൻ 180 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ മക്കളെ, ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഇൻസൈഡ് ആയിരിക്കും. ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഔട്ട്സൈഡ് ആയിരിക്കും. ഇത് മനസ്സിലാക്കി വെക്കാം. ഇവിടെ ഗ്രേറ്റർ ദാൻ 180 അല്ല, അപ്പോൾ ഗ്രേറ്റർ ദാൻ 180 ആണ്. അപ്പോൾ therefore A ഈസ് ഇൻസൈഡ് അല്ലേ, ഇൻസൈഡ് സർക്കിൾ. സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും. മനസ്സിലാക്കി വെക്കണം, മറന്നു വരുത്. ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ ഇൻസൈഡും, ലെസ് ദാൻ 180 ആണെങ്കിൽ ഔട്ട്സൈഡും ആയിരിക്കും. ഓക്കെ, ശരിയല്ലേ. അപ്പോൾ ഈ ആംഗിൾ എ എന്ന് പറഞ്ഞെങ്കിൽ ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണ്. ഇതൊക്കെ ഒഴിവാക്കി, ഒഴിവാക്കണം. ഇത് നമുക്കറിയാം, ഇത് 75 ആണ്. അവിടെ നിൽക്കട്ടെ. ഇഫ് സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ ദി പോയിന്റ്സ് എ ബി സി, എ ബി സിയിലൂടെ പോവുകയാണ്. അപ്പോൾ എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ആംഗിൾ നോക്കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ അങ്ങനെ നോക്കണ്ട. ഒരു പറഞ്ഞ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആംഗിൾക്ക് വേറെ ആയിരിക്കാം. ഓക്കെ, പോകുന്നുണ്ട് വിചാരിക്കാം. വേർ വുഡ് ബി ദി ഡി വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ. അപ്പോൾ ഡി എത്ര നോക്കാം മക്കളെ. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 75 ആണ്, ഇത് 100 ആണ്. അപ്പോൾ നോക്കി, അപ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 100 പ്ലസ് നോക്കുക, 100 പ്ലസ് എത്ര? 75. അത് എത്ര നമുക്ക് കിട്ടുക? 100 + 75 എന്ന് പറഞ്ഞെങ്കിൽ 175 ആണ്. ലെസ് ദാൻ 180 ആണ്. ലെസ് ദാൻ 180 ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും. therefore ഡി അല്ലേ, നമ്മുടെ പോയിന്റ് ഡി അല്ലേ, ഡി ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഡി നോക്കട്ടെ, ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. സെറ്റ് അല്ലേ, റെഡി. ഓക്കെ, അപ്പോൾ അടിപൊളി ക്വസ്റ്റൻ ആണ് മക്കൾ, നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ചോദിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ക്വസ്റ്റൻ ആണ്. റെഡി, അത് ദിവസം പോവാം. ഇൻ ദി ഫിഗർ എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞത്, സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? അതിൻ്റെ സം എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ആംഗിളിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എന്ന് പറയാം കേട്ടോ. ഓക്കെ, കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം മക്കളെ, 210 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി പറഞ്ഞാൽ 250 ഡിഗ്രിയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി? ശ്രദ്ധിക്കാം, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം മക്കൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് സമ്മത്തിന് മക്കളെ 180 ഡിഗ്രിയാണ്. സിമ്പിൾ നമുക്ക് കിട്ടി. സിമ്പിൾ, എന്താ പ്രശ്നം? സീൻ അല്ലേ. ഇനി നമുക്ക് ആംഗിൾ എൻ്റെയും ആംഗിൾ ബിൻ്റെയും പ്രത്യേകം നമുക്ക് കാണണം. അതിനാണ് നമുക്ക് ഈ ക്ലൂ തന്നത്. ഇതിന് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇത് രണ്ടും ഞാൻ പ്ലസ് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ബി എസ് ചെയ്യണേ. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും മക്കളെ? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് 2 ആംഗിൾ ഡി ഉണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് 2 ആംഗിൾ ഡിയും കൂടി ചെയ്യുമ്പോൾ നോക്കിയേ, 210 പ്ലസ് 250 എത്ര കിട്ടുക? 06 460 അല്ലേ, 460 കിട്ടും. 460 കിട്ടും. ഓക്കെ, സെറ്റ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് നമുക്ക് എന്താ അറിയാം? നമുക്ക് ഇത് 180 ഡിഗ്രി നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ ഇത് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി പ്ലസ് 2 ഇൻറ്റു ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 460 ആണ്. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 ഇൻറ്റു ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 460 മൈനസ് 180 ആണ്. ശരിയാണോ? എത്രയാണ് 460 മൈനസ് 180? 460 മൈനസ് 180 ചെയ്തൊക്കെ 0, 28 വരും.
3യിൽ 280 വരും. അപ്പോൾ 2 ഇൻറ്റു ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 280 ഡിഗ്രി വരും. അതായത് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ മക്കളെ ഏതാ 280 ഡിഗ്രി ബൈ 2 ആണ്. നമുക്ക് കിട്ടി 140 ഡിഗ്രി കിട്ടും. ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രിയാണ്. സെറ്റ്, അടിപൊളി, സൂപ്പർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ആംഗിൾ ഡി നമുക്ക് കിട്ടി എന്താണ് 140 ഡിഗ്രിയാണ്. നമുക്ക് ഇനി ഓരോന്ന് ആംഗിൾ എയും ആംഗിൾ ബി ആംഗിൾ സി ആണ് കാണേണ്ടത്. അപ്പോൾ ഓരോന്ന് ഈ ആംഗിൾ ഡീൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കൊടുത്ത് നോക്കാം. ഓക്കെ, ഓരോന്ന് നോക്കിയേ. പുട്ട് ആംഗിൾ ഡി ഈക്വൽ ടു 140 ഡിഗ്രി ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ഞാൻ കൊടുത്ത് നോക്കാമേ. ഇക്വേഷൻ നമ്പർ 1 എന്താ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 210 അല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 210 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എത്ര മക്കളെ? 140 ആണ്. 140 ഈക്വൽ ടു 210. അതായത് ആംഗിൾ എ എന്തായിരിക്കും? ഈ 210 മൈനസ് 140 ആയിരിക്കും. 210 മൈനസ് 140. അപ്പോൾ 210 മൈനസ് 140 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0. സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമല്ല 70 ആയിരിക്കും അല്ലേ? 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ഇത് കിട്ടും 70 ഡിഗ്രി കിട്ടും. 70 ഡിഗ്രി കിട്ടും. ഇനി ശ്രദ്ധിക്കാം ആംഗിൾ സി മക്കളെ. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എത്രടാ? 180 ഡിഗ്രി നമുക്ക് ഓൾറെഡി അല്ല. അപ്പോൾ ആംഗിൾ സി നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. വേറെ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക എത്രടാ? 110 ഡിഗ്രി. അതായത് നമുക്കറിയാം 180 മൈനസ് 70 ആയിരിക്കും. അതായത് 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും സൂപ്പർ ക്വസ്റ്റൻ മക്കളെ, നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. മാർക്ക് ചെയ്ത് വെക്കുക. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. സെറ്റ്. ഓക്കെ, റെഡി. ഇനി ഇതാ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. പെട്ടെന്ന് നമുക്ക് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോകണേ. ഇൻ ദി ഫിഗർ ഒ ഈസ് എ സെൻറ്റർ ഓഫ് സർക്കിൾ. ഒ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. എ ബി സി ഡി ഇ അത് പോയിന്റ്സ് ആണ്. ഇതാ എ ബി സി ഡി ഇ ഒക്കെ സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഇ എ ബി ഇതാ ഇ എ ബി എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. അടുത്തത് ഇ പി ഡി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി. റൈറ്റ് ദി മെഷേഴ്സ് ഓഫ് ആംഗിൾ ഇ ഡി ബി ഇതാ ഇ ഡി ബി. ഈ ആംഗിളും വേണം. ഏതൊക്കെ ആംഗിൾ സാർ മാർക്ക് ചെയ്താൽ ഈ ആംഗിൾക്ക് വേണം. ആൻഡ് നോക്കിയാൽ ഇ സി ബി ഇതാ ഈ ആംഗിൾക്ക് വേണം. അതേപോലെ തന്നെ ആംഗിൾ ഡി ബി സി അല്ലേ? ആംഗിൾ ഡി ബി സി ഈ ഒരു ആംഗിൾ എനിക്ക് വേണം. എങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്താ ചെയ്യുമ്പോൾ നോക്കളെ, കൺസിഡർ കോർഡിലേറ്ററൽ. നോക്കിയാൽ നമുക്ക് കോർഡിലേറ്റർ എങ്ങനെ ചെയ്തിട്ടുണ്ട്? സൈക്ലിക് കോർഡിലേറ്റർ ഏതൊക്കെയാണ് നോക്കി. ഇ എ ബി ഡി കാണാം. ഇ എ ബി ഡി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു കോർഡിലേറ്റർ ശ്രദ്ധിക്കാം. അപ്പോൾ എനിക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു കോർഡിലേറ്റർ ഞാൻ കൺസിഡർ ചെയ്തു. അത് നമുക്കറിയാം ഇത് സൈക്ലിക് കോർഡിലേറ്റർ, കാരണം എല്ലാ പോയിന്റ്സും സർക്കിളിൻ്റെ ഓൺ ദി സർക്കിളാണ്. അപ്പോൾ സൈക്ലിക് കോർഡിലേറ്റർ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ സൈക്ലിക് കോർഡിലേറ്റർ ആവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ മക്കളെ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ സിമ്പിളായിട്ട് കാണാം. അപ്പോൾ ആംഗിൾ ഇ ഡി ബി എന്ന് പറഞ്ഞാൽ 180 മൈനസ് 120 ആയിരിക്കും. എത്ര കിട്ടും നമുക്ക്? 60 ഡിഗ്രി കിട്ടും. ഇത് കിട്ടി നമുക്ക് 60 ഡിഗ്രി കിട്ടും. സെറ്റല്ലേ? ഇനി ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത് ഞാൻ ഒരു വലിയൊരു കോർഡിലേറ്റർ നോക്കി. ഇനി ഈ ചെറിയ കോർഡിലേറ്റർ ചെറുതല്ല, ഇത് ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് അടുത്തെടുക്കാൻ പോകുന്നു. അപ്പോൾ കൺസിഡർ കോർഡിലേറ്റർ ഏതാണ് മക്കളെ? ഇ എ ബി സി അല്ലേ? ഇ എ ബി സി കാണാൻ പോകുന്നു. ഇ എ ബി സി. അപ്പോൾ ഈ ഇ എ ബി സിയിൽ ഇതിൽ ഞാൻ നോക്കുന്നു ഇതേപോലെ തന്നെ ഇതും എന്താണ്? സൈക്ലിക് കോർഡിലേറ്ററിലാണ്. സൈക്ലിക് കോർഡിലേറ്റർ. അപ്പോൾ സൈക്ലിക് കോർഡിലേറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഇവിടെയും ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഇ സി ബി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കിടക്കട്ടെ. ആംഗിൾ ഇ സി ബി എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ. ഇതാണ് ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളോട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടും. അപ്പോൾ 180 മൈനസ് 20 തന്നെ 120 തന്നെ. എത്ര കിട്ടും നമുക്ക്? ഇതും 60 ഡിഗ്രി. ഇത് നമുക്ക് കിട്ടും 60 ഡിഗ്രി. രണ്ട് ആംഗിൾസ് കിട്ടി 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി കുറച്ചൊന്ന് ചെറുതാക്കി തന്നെ നമുക്ക്, കാരണം ഒരു കാര്യം കൂടെ ആവശ്യമുണ്ട് നമുക്ക്. ഇത് 60 ഡിഗ്രിയാണ്. ഇനി സിമ്പിളായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചേക്കാം നോക്കാം. അതായത് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മക്കളെ ഈ ആംഗിൾ എന്തായിരിക്കും? 100 ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഓൾവേസ് സെയിം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ആംഗിൾ ഇതോടൊക്കെ ഇത് കഴിഞ്ഞു, ഇതിനാവശ്യം കഴിഞ്ഞു. അപ്പോൾ ആംഗിൾ ബി പി സി എന്ന് പറഞ്ഞാൽ മക്കൾ എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കേട്ടോ. ആംഗിൾ എന്താണ്? ഇ പി ഡി കൂടിയാണ് എന്തായിരിക്കും മക്കളെ? 100 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത് മക്കളെ ഇത് 100 ഡിഗ്രിയാണ്.
ഇവിടെ 60 അവിടെ 100 അവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ കണ്ടോ നിങ്ങൾ? ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടോ? കണ്ടല്ലോ. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ PBC. ട്രയാങ്കിൾ PBCൻ്റെ ഉള്ളിലാണെങ്കിൽ എനിക്ക് ആംഗിൾ എന്താ വേണ്ടത് മക്കളെ? DBC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് 100 ആണ്, ഇത് 60 ആണ്. ഈ ആംഗിൾ കണ്ടാൽ പോരെ? ടോട്ടൽ ആംഗിൾ എത്ര മക്കളെ? ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. മൈനസ് മക്കളതാ 180 ഡിഗ്രിയാണ് മൈനസ്. ഏതൊക്കെയാണ് അവിടെ ഉള്ളത്? 100 ഉണ്ട്, 60 ഉണ്ട്. അതായത് 180 ആംഗിൾ DBC എന്ന് പറഞ്ഞാൽ 180 മൈനസ് 160 ആയിരിക്കും അല്ലേ? 160 ആയിരിക്കും. എനിക്ക് എന്ത് കിട്ടും? 20 ഡിഗ്രി എന്ന് കിട്ടും. ഇതെന്തായിരിക്കും മക്കളെ? 20 ഡിഗ്രി ആയിരിക്കും. ഈസിയാണോ? വളരെ ഈസി അല്ലേ മക്കളെ? 20 ഡിഗ്രി ആയിരിക്കും. അപ്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, അതിനാണ് നമ്മൾ ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യണത്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. നമുക്ക് പെട്ടെന്ന് നമുക്ക് വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കുറേ ഇക്വേഷനൊക്കെ നമുക്ക് ബൈ ഹാർട്ടാക്കി പഠിക്കാം. കാര്യമില്ല, ഇതിലങ്ങനെ കാര്യമില്ല. ഇക്വേഷൻ ഒന്നുമില്ല, അങ്ങനെ കാര്യമൊന്നുമില്ല അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിന് വേണ്ടി മാത്രമേ നമുക്ക് ഇത് സെറ്റാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പോകാൻ സമയമില്ല നമുക്ക്. ഓക്കെ, ഇൻ ദ ഫിഗർ O is the center of circle. O is the center of circle ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് ദി മെഷർ ഓഫ് ആംഗിൾസ് ACB. അപ്പോൾ ഈ ആംഗിൾ കാണാൻ പഠിക്കാം. നോക്കി, O സെൻറ്റർ ആണെങ്കിൽ നോക്കി ഇത് ഉറപ്പായിട്ട് എന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഡയമീറ്ററിൽ നിന്ന് പോകുന്നത് എല്ലാം എന്തായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്താ? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഇത് മാത്രമായിട്ട് നമുക്ക് എന്താ പറയുക? സെമി സർക്കിൾ എന്ന് പറയാം. സെമി സർക്കിൾ. അപ്പോൾ ഡയമീറ്ററിൽ നിന്ന് എവിടേക്ക് പോയാലും ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയാലും എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ആ ആംഗിൾ ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈസി. അപ്പം ഈ ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കാം. സെറ്റ് അല്ലേ? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇൻ ദ ഫിഗർ O ഈസ് ദി സെൻറ്റർ ഓഫ് സർക്കിൾ. O എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് സർക്കിൾ ആണ്. AB ആൻഡ് CD ആർ ടു പെർപെൻഡിക്കുലർ കോഴ്സ്. പെർപെൻഡിക്കുലർ കോഴ്സ് ആണ്. അപ്പം നമുക്ക് മനസ്സിലാക്കണം ഇതൊക്കെ 90 ഡിഗ്രി നമുക്ക് ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. ഓക്കെ, ആംഗിൾ D ഈക്വൽ ടു ഇത് എന്താ പറയുക? 20 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. 20 ഡിഗ്രി. റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ A. ആംഗിൾ A കാണാൻ പറഞ്ഞത് സിമ്പിളായിട്ട് കാണാം. എന്താ സിമ്പിളായിട്ട് കാണാം മക്കളെ? കൺസിഡർ ട്രയാങ്കിൾ ഏതാ മക്കളെ? AD. ഞാൻ ഇവിടെ ഒരു F എന്ന് കൊടുക്കാം അല്ലേ? ഒരു പോയിന്റ് F എന്ന് കൊടുക്കാം. ADF, ട്രയാങ്കിൾ ADF. ഓക്കെ, അപ്പോൾ ADFൽ മക്കളെ ഇത് 20 ആണ്, ഇത് 90 ആണ് അല്ലേ? ഇത് 20 ആണ്, ഇത് 90 ആണ്. അപ്പോൾ എന്തായിരിക്കും മക്കളെ? സിമ്പിളായിട്ട് കാണാം. അപ്പം ആംഗിൾ A ഈക്വൽ ടു 180. ടോട്ടൽ സം 180 ആണ്. 180 മൈനസ് 20 പ്ലസ് 90 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ആംഗിൾ A ഈക്വൽ ടു എന്ന് കിട്ടും മക്കളെ? 110 എന്ന് കിട്ടും. അയ്യോ സോറി 180 മൈനസ് 110 അല്ലേ? 180 മൈനസ് 110 അത് കിട്ടുക 70 ഡിഗ്രി എന്ന് കിട്ടും. ഇത് 70 ഡിഗ്രി. ഓക്കെ, 70 ഡിഗ്രി. കുഴപ്പമില്ലല്ലോ. സെറ്റ് അല്ലേ? റെഡി? ഇനി നമുക്ക് കാണുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഇസ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് BQD? അപ്പോൾ BQD എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ബിൻ്റെയും ഡിൻ്റെയും ഈ അറ്റം നിന്ന് നമുക്ക് Oയിലേക്ക് പോകുന്നു അല്ലേ? സെൻട്രലിലേക്ക് പോകുന്നു. ഒരു ലൈൻ വരച്ചു. ഈ ആംഗിളാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. ആ ആംഗിളാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആ ആംഗിൾ ഇങ്ങനെ കാണാം. ശ്രദ്ധിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത്. ആ ഓപ്പോസിറ്റ് ആർക്ക്, ആ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എന്താണ് ഇത്. അവിടുന്ന് ഈ പോയിന്റ് നിന്ന് ഒരു ലൈൻ പോകുന്നുണ്ടോ? പോകുന്നു. 2 ലൈൻ പോകുന്നുണ്ട് മക്കളെ. അപ്പോൾ ഇത് 70 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ പകുതി ആയിരിക്കും 70. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓക്കെ, അപ്പോൾ ആംഗിൾ സെൻട്രൽ ആംഗിൾ എത്രടാ? ആംഗിൾ BQD അല്ലേ? ആംഗിൾ B അങ്ങ് സെൻട്രൽ ആംഗിൾ പേരെടുത്തേ. ആംഗിൾ എത്രടാ? ആംഗിൾ DOB. ആംഗിൾ DOB എന്ന് പറഞ്ഞാൽ 70ൻ്റെ ഇരട്ടി ആയിരിക്കും, 140 ഡിഗ്രി ആയിരിക്കും മക്കളെ. ഇതിൻ്റെ പകുതിയാണ് 70. ഈ ആംഗിളിൻ്റെ പകുതിയാണ് 70 എങ്കിൽ 70ൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ ആംഗിൾ എന്തായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കിയാൽ നമുക്കുള്ളതാ വാട്ട് ഇസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APQ. APQൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് ചോദിച്ചത്. അപ്പോൾ APQൻ്റെ സെൻട്രൽ ആംഗിൾ വരയ്ക്കണമെങ്കിൽ APC. അപ്പോൾ നോടാ എയും പിയും സിയും. അപ്പോൾ A എന്നും C എന്നും ഒന്ന് കൂട്ടിപ്പിടിക്കാം. ഇതാണ് അല്ലേ? അപ്പോൾ APC ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ചാവല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഈ ആംഗിളാണ് എനിക്ക് വേണ്ടത്. ഈ ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കും? ഇത് വീണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണിത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക് ഈ 2 പോയിന്റ്സ് ഒന്നും പോകുന്നുണ്ടോ? ഏതെങ്കിലും അതിന് പോകുന്നുണ്ടോ? ഈ 2 പോയിന്റ്സ് ഒന്നും ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ മക്കളെ. ഇതാ പോകണം. ഇതെടാ 20 ഡിഗ്രിയാണ്.
20 ഡിഗ്രിയാണ്. അപ്പം ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ആയിരിക്കില്ല 20 എന്ന് പറഞ്ഞാൽ ശരിയാണ് മക്കളെ. അപ്പോൾ നോക്കി, അപ്പോൾ സെൻട്രൽ ആംഗിൾ ഏതാണ് ആംഗിൾ, നമുക്ക് ഇത് പേര് കൊടുക്കാം എ ഒ സി എന്നല്ല. എ ഒ സി എന്ന് പറഞ്ഞാൽ 2 × 20 ഡിഗ്രി ആയിരിക്കും. 2 × 20 പറഞ്ഞാൽ 40 ഡിഗ്രി ആയിരിക്കും. 40 ഡിഗ്രി ആയിരിക്കും. സെറ്റല്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ടാണെങ്കിൽ നമുക്ക് സെറ്റാക്കി തരാം. ഓക്കെ, അപ്പം 2-3 ക്വസ്റ്റ്യൻസും ഓക്കെ ആയി. പെട്ടെന്ന് പോട്ടെ കേട്ടോ. ഓക്കെ, ഇതാ നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം. 5 മിനിറ്റ് സമയം ചെയ്യാം. ഓക്കെ, ഇൻ ദ ഫിഗർ O is the center of circle. A, B, C, D are the points on it. ഓക്കെ, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി ആണ്, 110 ഡിഗ്രി ആണ്. 110 ഇതാണ് 110 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ആണ് ചോദിച്ചത് മക്കളെ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് അല്ലേ, സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ ആംഗിൾ ഡി എന്തായിരിക്കും? ആംഗിൾ ഡി എന്ന് പറഞ്ഞെങ്കിൽ 180, രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 180 110 ആയിരിക്കും. എന്നിട്ട് നമുക്ക് 70 ഡിഗ്രി. ഇതെന്തായിരിക്കും? 70 ഡിഗ്രിയാണ്. സിമ്പിൾ. ഇനി ആംഗിൾ എ ഒ സി കാണാൻ പറഞ്ഞാൽ എ ഒ സി എന്ന് പറഞ്ഞെങ്കിൽ അത് സെൻട്രൽ ആംഗിൾ ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും. എ ഒ സി പറഞ്ഞാൽ 2 × 70 ആയിരിക്കും. 2 × 70 എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി. ഇത് നൽകിയ 140 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് ചെയ്തോ. അപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ട ചെയ്തു പോകും, ഉറപ്പാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇൻ ദ ഫിഗർ സി ഡി ആർ ദി പോയിന്റ്സ് ഓൺ സർക്കിൾ എ ഡി. ഓക്കെ, പോയിന്റ്സ് ഓൺ സർക്കിൾ അല്ല, സിയും ഡി എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. ഓക്കെ, എ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് സർക്കിളാണ്. ഓക്കെ, ഡയമീറ്റർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അതിനൊന്നും ആവശ്യം നമുക്ക് ഇല്ലേ. ഓക്കെ, ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾ ഡി കാണാൻ പറഞ്ഞത്. ആംഗിൾ ഡി ഇവിടെ നമ്മൾ സെഗ്മെൻറ്റ് സംഭവം. സെഗ്മെൻറ്റ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഇതൊരു സെഗ്മെൻ്റ് ആണ്, ഇത് മറ്റൊരു സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് നിന്ന് ഇവിടേക്ക് വരയ്ക്കുക. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, ഏതൊക്കെ നിങ്ങൾ ആംഗിൾ എടുത്താൽ ഏതൊക്കെ ആംഗിൾ എടുത്താലും അത് സെയിം ആയിരിക്കും. ആംഗിൾ ഇൻ എ സെഗ്മെന്റ് ഈസ് ഓൾവേസ് സെയിം. ആണ് മക്കളെ. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും മക്കളെ? ഇതും ഉറപ്പായിട്ട് എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാ സിമ്പിളായിട്ട് ആംഗിൾ എ ബി ഡി. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എ ബി ഡി ഇതൊരു ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്നതാ ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, സർക്കിളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഉറപ്പായിട്ടും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. ഈ സാധനം ഇതായിരിക്കും. ഇത് സെമി സർക്കിൾ ആയിരിക്കും അല്ലേ? അത് സെമി സർക്കിൾ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് വരയ്ക്കുമ്പോൾ അല്ലേ, ആ 2 സൈഡിൽ നിന്ന് ഭാഗത്തേക്ക് വരയ്ക്കുമ്പോൾ ഏത് ലൈൻ ആയിക്കോട്ടെ, ഏത് ആംഗിൾ ആയിക്കോട്ടെ, എന്തായിരിക്കും? എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. സെറ്റ്. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നോക്കാം മക്കളെ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടാ, ഇൻ ദ ഫിഗർ ദ കോഡ് ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ഡയമീറ്റർ എ സി. ഇതാ ബി ഡി എന്ന് പറഞ്ഞാൽ എ സി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. ശ്രദ്ധിക്കുക, ഡയമീറ്റർ. ഇത് ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഒപ്പം തന്നെ ഓർമ്മയിൽ വരണം, ആ സ്പോട്ടിൽ വരണം. ഡയമീറ്റർ എ സി. ഫൈൻഡ് ദി മെഷേഴ്സ് ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ്. നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം കാണുന്നത് ആംഗിൾ എ ഡി സി ആണ് ചോദിച്ചത് മക്കളെ. ആംഗിൾ എ ഡി സി സിമ്പിളായിട്ട് കാണാം മക്കളെ. ആംഗിൾ എ ഡി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ, ഇതൊരു ഡയമീറ്റർ ആണ് അല്ലേ? ഇതൊരു ഡയമീറ്റർ ആണ്. അപ്പോൾ ഇത് ഡയമീറ്റർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ. അപ്പോൾ ആംഗിൾ എ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് 90 ആയിരിക്കും. ഓക്കെ, സെറ്റ് ആണ്. ആംഗിൾ സി ഡി എം. ആംഗിൾ സി ഡി എം ആണ് ചോദിച്ചത്. ഈ ആംഗിൾ നമ്മൾ ചോദിച്ചത്. ഈ ഒരു ആംഗിൾ കിട്ടോ. ഇത് മൊത്തമായി 90 ആണ്. ഈ ആംഗിൾ കിട്ടും. നോക്കിയടാ, ഞാൻ ആംഗിൾ എ ഡി എം കാണാൻ പോകുന്നു. ആദ്യം ഈ ആംഗിൾ കാണാൻ പോകുന്നു. ഈ ഒരു ആംഗിൾ കാണാൻ പോകുന്നു. അതൊക്കെ എങ്ങനെ കിട്ടും? ഇവിടെ 90 ആണ്, ഇവിടെ 20 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും മക്കളെ? ടോട്ടൽ 180 ഇല്ല. അപ്പോൾ 180 എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? 20യും 90യും കൂടി അങ്ങോട്ട് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 180 - 20 + 90 70 ഡിഗ്രി. അത് ഇതായിരിക്കും 70 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ടോട്ടൽ സം 180 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ച ആംഗിൾ സി ഡി എം അല്ലേ? ആംഗിൾ സി ഡി എം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 90 ഡിഗ്രി ആണ്. അതിന് 70 ഡിഗ്രി കൊണ്ട് കുറച്ചാൽ പോരെ? മതിയല്ലോ, സെറ്റല്ലേ? അപ്പം 90 ഡിഗ്രി നിന്ന് ഞാൻ 70 ഡിഗ്രി കുറയ്ക്കുന്നു. ആൻസർ കിട്ടും 20 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതെന്തായിരിക്കും മക്കളെ? ഇത് 20 ഡിഗ്രി ആയിരിക്കും. സെറ്റാണ്, റെഡിയാണ്. ഓക്കെ, ഇനി നോക്കാം. സെയിം സംഭവം നോക്കണ്ടേ. ഇനി നമുക്ക് എന്താ ആംഗിൾ ഇത് രണ്ടെണ്ണം കഴിഞ്ഞ് ആംഗിൾ ബി എ സി ആണ് പറഞ്ഞത്. ബി എ സി അല്ലേ? ബി എ സി ഈ ഒരു ആംഗിൾ കാണാൻ നമ്മളോട് പറഞ്ഞത്.
ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് ഇത് 20 ഡിഗ്രി ആണ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കാം, നന്നായിട്ടും ശ്രദ്ധിച്ച് നോക്കാം മക്കളെ. ഈ ഒരു സെഗ്മെൻറ്റ്, ഇത് വേറെ സെഗ്മെൻറ്റാണ്, ഇത് വേറെ സെഗ്മെൻ്റ് ആക്കി എടുക്കാം. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഈ ഒരു പോയിന്റിനും ഈ ഒരു പോയിന്റിനും പോയൊരു സാധനമാണ് ഇത്. അതേപോലെ പോകുന്നല്ലതാ ഇത് സെഗ്മെൻറ്റ്. ആംഗിൾസ് ഇൻ ദ സെഗ്മെൻറ്റ്, സെയിം സെഗ്മെൻറ്റ് എന്താണ്, ഓൾവേസ് സെയിം ആണ് മക്കളെ. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി സി ഡി അല്ലേ, ആംഗിൾ ബി സി ഡി, സോറി ഏതാണ് നമുക്ക് കാണേണ്ടി, ബി എ സി അല്ല, എന്തൊക്കെയാണ് പറഞ്ഞത്, ബി എ സി. ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞാൽ അല്ല, ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്, ആംഗിൾ സി ഡി എമ്മിനോട് ഈക്വലാണ്. ഓക്കെ, ആംഗിൾസ് ഇൻ സെയിം സെഗ്മെൻറ്റ്, എല്ലാ സെയിം സെഗ്മെൻറ്റിൻ്റെ ആംഗിൾസ് ആണത്. ഓക്കെ റെഡി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുക, 20 ഡിഗ്രി തന്നെ കിട്ടും. ഇതും കഴിക്കും 20 ഡിഗ്രി തന്നെയായിരിക്കും. സെറ്റല്ലേ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ആംഗിൾ ബി സി ഡി, ഇതാണ് നമുക്ക് വേണ്ടത്. അത് വേണ്ടിയിട്ട് അതിന് വേണ്ടി ഞാൻ വീണ്ടും സമർപ്പിച്ചിരിക്കുന്നു മക്കളെ. ഇതാ ആംഗിൾ ബി സി ഡി, ഈ ആംഗിളിലേക്ക് വേണം മക്കളെ. ഇത് മൊത്തമായിട്ട് ഇത് 20 ആണ്, മൊത്തമായിട്ട് ആയിരിക്കും 40 ഡിഗ്രി ആയിരിക്കും. സൈക്ലിക് ഓസിലേറ്ററിലെ എല്ലാ പോയിന്റ്സും ഇവിടെയുള്ളത് സർക്കിളിൻ്റെ പോയിന്റ്സ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ്സ് ആംഗിൾസിൻ്റെ സം ആയിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ആംഗിൾ ഈ സാധനം അല്ലേ, അതാ ഡി എ ബിയും പ്ലസ് ആംഗിൾ നമ്മൾ ചോദിച്ച ബി സി ഡിയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി മൈനസ് ഇത്ര മക്കളെ 40 ഡിഗ്രിയാണ്. അത് കിട്ടുമ്പോൾ 140 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത് കിട്ടിയ മക്കളെ ഇതും ആയിരിക്കും 140 ഡിഗ്രി ആയിരിക്കും. ഇത് 140 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ, റെഡിയാണോ? അടിപൊളി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി അല്ലേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. അതെന്താ ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾ ബി എ പി അല്ലേ, ഈ ഒരു ആംഗിൾ മക്കളെ അത് ഔട്ട്സൈഡ് ആംഗിളാണ്, ഔട്ടർ ആംഗിൾ ഈക്വൽ ടു, അതായത് ആംഗിൾ ബി എ പി എന്തിനോട് ഈക്വൽ ആയിരിക്കും മക്കളെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടുള്ള ഇന്നർ ആംഗിൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാ, സി അല്ല, അതിൻ്റെ ഇന്നർ ആംഗിളോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് ഏതാ മക്കളെ, ആംഗിൾ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആംഗിൾ ബി സി ഡി ആയിരിക്കും. അത് എത്ര മക്കളെ, 140 ഡിഗ്രി ആയിരിക്കും. ഇത് 140 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും 140 ഡിഗ്രി ആയിരിക്കും മക്കളെ. ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ഓപ്പോസിറ്റ് ഓക്കെ, ഓപ്പോസിറ്റ് വെർട്ടെക്സിൻ്റെ ആംഗിൾ ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓപ്പോസിറ്റ് വെർട്ടെക്സിൻ്റെ ഇന്നർ ആംഗിൾ ആട്ടോ, ഇന്നർ ആംഗിൾ ആണ്. അപ്പോൾ ഒന്നൊരു വൃത്തിക്കെന്ന് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ഓപ്പോസിറ്റ് ഇന്നർ ആംഗിൾ ഓഫ് ദി വെർട്ടെക്സ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ഔട്ടർ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഔട്ടർ ആംഗിൾ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയി വെർട്ടെക്സിൻ്റെ ഇന്നർ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. സെറ്റാണ്. അപ്പോൾ ഇന്ന് ഒരു കാര്യം സാറ് പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഈ റേസിൻ്റെ 100% സ്കോളർഷിപ്പ് നിങ്ങൾക്ക് തരികയാണ്. അത് ഫ്രീ ആയിട്ട് പഠിക്കാം. ഈ ഒരു ഓണം എക്സാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ടീച്ചേഴ്സും സെറ്റാക്കി ഒക്കെ പറഞ്ഞുതരും കുറേ കാര്യങ്ങൾ. ഫൗണ്ടേഷൻ കോഴ്സ് മക്കളെ, നമുക്ക് ഫൗണ്ടേഷനാണ്, സാധാ കോഴ്സല്ല. അത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുതലേ നമ്മൾ സെറ്റാക്കി തരും. +1 +2 ഒക്കെ ഇപ്പം തന്നെ എന്തൊക്കെ ബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ സെറ്റാക്കി തരും. അപ്പോൾ 100% ഫീസ് വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് മഴ കാരണം സ്കൂളിൽ പോകാനൊന്നും പറ്റില്ല അല്ലേ, അങ്ങനത്തെ ടഫ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. പക്ഷേ സാരില്ല, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ കൂടെ കൂടിക്കുക മക്കളെ. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തോ. ഇതൊന്നും നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റായി തരാം, എല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കാം. ഓക്കെ സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത സീക്വൻസ് ആൻഡ് ഓൾജിബ്ര ആയിട്ട് സാർ വീണ്ടും വരും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സൂപ്പർ പഠിക്കുക, സെറ്റ് പഠിക്കുക. എല്ലാവർക്കും, എല്ലാ മക്കൾക്കും ഓൺ എക്സാം നല്ല അടിപൊളിയാവട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.